ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒന്നും ടെക്നിക്കലായിട്ട് ഇതിന്റെ ഒന്നും വല്ല ഓൻ ചെയ്യുന്ന പോലെ ഒന്നും പറ്റിക്കാൻ അറിയാത്തോളൂ. ഇതെന്താ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങി, ഇത് എന്തുകൊണ്ട് കാണാണ്ട്? അച്ചായന്റെ കാര്യം ഞാൻ ഒരു കാര്യം കേട്ടോ, അച്ചായന് പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ ക്രിപ്റ്റോന്നും ആ ടൈമിനാണ് ആ കളമശ്ശേരി എന്നുള്ള സമയത്ത് പൈസ പോയതാ അച്ചായൻ. എന്റെ എന്താ അതിനും തെളിവില്ല, വിശ്വസിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. എന്താ പറഞ്ഞറിയോ ആ ചാകം കിടക്കുന്ന തള്ളക്ക് ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത്? ഉമ്മ സത്യം, എന്റെ പെറ്റുമ്മ സത്യം, ഞാൻ കേട്ടതാണ്. അച്ചായ പൊന്നച്ചായ, നിങ്ങൾ പോയത് നന്നായി, നിങ്ങൾ തുറന്നു പറയണം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. അറിയില്ല, പക്ഷെ അറിയുമെങ്കിൽ അത് തുറന്നു പറയണം. അച്ചായ നിങ്ങൾ പോയത് നന്നായി, ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾ പോയത് നന്നായി. നിങ്ങളെ അതായത് അമ്മ വിട്ടുപോയി എല്ലാവർക്കും അറിയാം. ആ അമ്മേനെ പോലും ആ നിയാദ് എന്ന് പറഞ്ഞ പൊലയാടി പുണ്ടച്ചി മോൻ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത്, അതായത് അച്ചായന്റെ അമ്മച്ചി ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ആസ്റ്ററിൽ തന്നെ ആസ്റ്ററിലാണ് അമ്മച്ചി കടന്നത്. ഈ പൂറി മോൻ എന്താ പറഞ്ഞറിയോ? ഞാൻ അത് പറയുന്നില്ല, എനിക്ക് കുറച്ച് ഇതുണ്ട് മുത്തേ. ഞാൻ ബാക്കി എന്തും ചെയ്യും. പക്ഷെ ഈ ഉമ്മ മാറിയും പ്രായത്തിനനുസരിച്ചല്ല നമ്മള് കുറച്ച് ബഹുമാനിക്കുന്നുണ്ട് ബ്രോ. അതുണ്ട് നമുക്കുണ്ട്, ഓനിക്കില്ലെങ്കിലും നമുക്കുണ്ട്. ഓൻ പറയാ പിന്നെ കിടക്കുന്ന തള്ളക്ക് എന്തിനാ ഞാൻ പൈസ ചെലവാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുതിയ സ്ക്രിപ്റ്റ് ഇറക്കിയ നാറിയാണ്. എന്നിട്ട് പറയാ അമ്മ അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കടാ. ഇന്നലെ തന്നെ ഓന്റെ അൺബാൻ ആക്കി. എടാ എന്തിനാ കള്ളത്തരം പറയുന്നത്? അതിൽ നിന്ന് ഒരു 5 പൈസ കിട്ടായിട്ട് ഇവൻ ഒഴിവാക്കിയത്. ഇവന്റെ ഷൂവിന്റെ തുടങ്ങിയല്ല, നീ നിർത്തിച്ചല്ല പറഞ്ഞിട്ട്. എടാ എന്തിനാടാ വെറുതെ ഓരോ കാര്യം? നിന്റെ അത്രയും വലിയ ഇൻസ്റ്റ പോക്കണോ? അതിനെ പോക്കാൻ തന്നെ പൈസ ഉണ്ടാവും. ഞാൻ എന്റെ കാര്യങ്ങൾ പറയട്ടെ. എല്ലാ ഇഷ്യൂസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം, കേട്ടിരാ? ഉണ്ട്, വീഡിയോസ് ഉണ്ട്. ഇത് നമ്മള് നാളെ ഇതും കൊണ്ട് വരും മനസ്സിലാ. നാളെ നമ്മള് പ്രോപ്പർ കുറച്ചും കൂടി സാധനങ്ങൾ വീഡിയോസ് കൊണ്ട് തന്നെ നമ്മള് എടാ ഞാൻ ഇവന്റെ മുമ്പിലൊന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് പോവല്ലടാ മക്കളെ. ഇവന്റെ മുമ്പിലൊന്ന് പെണ്ണുങ്ങളെയും കൊണ്ട് പോവല്ല. ഇവൻ പെണ്ണ് പിടിയനാ. ഒന്നാമത്തെ കാര്യം, എത്രയോ പെൺപിള്ളേർക്ക് 18 വയസ്സാകാത്ത പെൺപിള്ളേർക്ക് വരെ വയറ്റിലാക്കി കൊടുത്തിട്ട് ഇവൻ പറയുന്നത് നിങ്ങൾ വോയിസ് അടക്കം കേട്ടിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നാ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പെണ്ണിനെ പിടിച്ച് പാവത്തിനെ പിടിച്ച് പണ്ണണം. അതാണ് ഇവന്റെ ആഗ്രഹം. പാവം പെൺപിള്ളേരെ പിടിച്ച് കളിക്കുക, മനസ്സിലായി? അവരാകുമ്പോൾ കേസിനും ഇതിനൊന്നും പോകില്ല എന്നാ പറയാ. അങ്ങനത്തെ പെൺപിള്ളേരെ പിടിച്ച് കളിക്കുക എന്നുള്ളതാണ് ഇവന്റെ ഹോബി. മാമു ബാക്കി നീ മറ്റേ ബാംഗ്ലൂരെ കേസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എല്ലാം കുറച്ചും കൂടി വീഡിയോ കണ്ടു. അതാ പറഞ്ഞത്. അല്ല നാളെ നമ്മള് കുറച്ചും കൂടി തെളിവായി. നാളെ പറഞ്ഞാൽ മതിയാ. നാളെ പറയാം. അങ്ങനെ കാരണം ഇന്ന് പറയേണ്ടതെല്ലാം ഓൾറെഡി പറഞ്ഞു. ഇനി നാളെ അപ്പുറത്തുനിന്ന് ഒരു ലൈവ് ഉണ്ടാവും. ഈ റാംബോ എന്ന് പറഞ്ഞാൽ പുതപ്പ് പട്ടിന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അപ്പുറത്ത്, ഓൻ നാളെ ലൈവ് ഉണ്ടാവും. ഇനിയിപ്പൊ ഇതിനെല്ലാം ഭയങ്കര ചിലപ്പോ അനക്കൊന്ന് നാളെ കരഞ്ഞിട്ടുള്ള ഒരു ലൈവ് ആയിരിക്കും നിങ്ങൾ കാണാൻ. സീറോ പ്രൂഫ് എന്നല്ല പറഞ്ഞ, സീറോ പ്രൂഫ്. ഇതിന്റെ അപ്പുറത്തോട്ട് എന്താടാ പ്രൂഫ് വേണ്ട? ഓന്റെ കാറിൽ നമ്മള് ബാക്കിലിരിക്കുന്നു, ഇതാ കണ്ടോ? ഇതാ അത്രയും പാവം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. ഒന്ന് വായി പൂട്ടടാ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. സീറോ പ്രൂഫ് എന്ന് പറഞ്ഞ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് ഇതാ. ഇതിന്റെ അപ്പുറത്തോട്ട് എന്താടാ പ്രൂഫ് ഉണ്ട്? ഓന്റെ കാറിലിരുന്ന് ഓൻ പെമ്പിള്ളേരെ കുറിച്ച് പറയുന്നേ. പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമോന്നാണ് ഇവൻ ചോദിക്കുന്നത്.
ഇതിന്റെ അപ്പുറത്തോട്ട് പ്രൂഫ് ഉണ്ടല്ലോ പാവത്തിങ്ങളെ കളിക്കാൻ കിട്ടും. ഇവന്റെ ഹോബിയാണ്. പാവം പെമ്പിള്ളേരെ കാണുമ്പോൾ പൈസ ചെയ്തൊന്നുമില്ലാത്ത വീട്ടിലുള്ള പെമ്പിള്ളേരെ കാണുമ്പോൾ പിടിച്ച് കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ചെയ്ത് കൊടുത്ത് വയറ്റിലായി കഴിഞ്ഞാൽ എന്തെല്ലാം സാധനവും മേടിച്ച് കൊടുത്ത് ഇതാക്കിയിട്ട് പണി കൊടുക്കുക. ഇതിന്റെ വല്ല ഇതിനെക്കാട്ടി വല്ല തെളിവാണ്ടല്ലോ. ഞാൻ പറയുന്നത് പോലീസ് കേസെടുക്കണം. എന്റെ വീട്ടില് പെങ്ങളുണ്ടാ, എന്റെ വീട്ടില് പെങ്ങളുണ്ട്, മനസ്സിലാ? അതുകൊണ്ട് 0% പ്രൂഫ് എന്ന് പറയുന്ന മൊണ്ണക്കല്ല ഞാൻ ഇപ്പൊ കാണിച്ചത്, മനസ്സിലാ? ഇതിന്റെ അപ്പുറത്തോട്ട് എന്താ പ്രൂഫ് ഉണ്ട്? പിന്നെ അതാ അനാൻചാനെ കുറിച്ചിട്ട് അനാൻചാന്റെ വ്ളോഗ് കണ്ട് വിടുന്ന അത് ഓഡിയോ ആണ്, മനസ്സിലാ? ഓഡിയോ. അപ്പൊ ഞാൻ എന്തായാലും പോകുന്നത്, ബാക്കി എന്തായാലും സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ അധികം കൊണ അടുപ്പിച്ച് നിർത്തുന്നില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് ബാംഗ്ലൂർ ഇഷ്യൂ, ബാംഗ്ലൂർ ഇഷ്യൂ. അതിന് മുമ്പ് നമ്മളെ കുണ്ടൻ, എടാ ആരാണടാ കുണ്ടൻ? ആരാണ് കുണ്ടൻ? അതായത് ഞാൻ പറയാം, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. അത്ര തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ആരാ കുണ്ടൻ? എടാ നീയല്ലടാ ശരിക്കും കുണ്ടൻ, നീയല്ല കുണ്ടൻ, നീയല്ല കുണ്ടൻ. ഗൈസ് നമ്മള് ഗാങ്ങില് ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോ അന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന കൂട്ടത്തിലൊരു ചെക്കനുണ്ട്. ആ ചെക്കൻ ഇപ്പൊ എനിക്ക് മെസ്സേജ് അപ്പൊ ഞാൻ പറയും കേരള പോലീസ് കേസ് എടുക്കണം. ഇവൻ ഡ്രഗ്സ് വന്നിട്ട് നമ്മളെ പേപ്പിച്ചിട്ടുണ്ട് കുറെ. അതിൽ മനസ്സിലായിട്ട് തന്നെ നടന്ന് ഇറങ്ങിയത്, മനസ്സിലായ? പിന്നെ ഇതാ ഈ പറഞ്ഞ പോലെ പെമ്പിള്ളേരെ കുറിച്ച് കാറിന്ന് ഇവന്റെ കാറിൽ ഇവൻ പറയുന്നു പാവത്തിങ്ങള് പെമ്പിള്ളേരെ പിടിച്ച് ഞാൻ കളിക്കും, പാവത്തിങ്ങളെ പെമ്പിള്ളേരെ പിടിച്ച് കിട്ടിയാൽ ഞാൻ കളിക്കും. അനാൻഷ എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ വ്ളോഗ് കണ്ടിട്ട് അതിലെ ഗേൾസിനെ നോക്കിയിട്ട് അതിലെ വ്ളോഗ്സ് നോക്കിയിട്ട് വാണം വിട്ടോണ്ടും അവരെ പറയുന്നുണ്ടല്ലേ, സാമാനം എടുത്ത് കയറ്റി കൊടുക്കണം എന്ന്, മനസ്സിലാ? സാമാനം എടുത്ത് കയറ്റി കൊടുക്കണം. ഇവനൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായിയാണ് ഇവൻ, മനസ്സിലായ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നായി. പക്ക പറഞ്ഞ വീട്ടിൽ കയറ്റാനോ പെണ്ണുങ്ങളെ ഇവനെ കാണിച്ചു കൊടുക്കരുത്, മനസ്സിലാ? കാണിച്ചു കൊടുത്താൽ നോക്കി വിടും. നിങ്ങൾക്ക് വിശ്വാസം വരൂലെന്നറിയാം, അതുകൊണ്ടാണ് പ്രൂഫ് കാണിച്ചത്, മനസ്സിലായ? പ്രൂഫാണിത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് പ്രൂഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? ഇവന്റെ കാറിൽ പോകുമ്പോ ഇവൻ പറയുന്ന കാര്യമാണ്, മനസ്സിലാ? ഇവന്റെ കാറിൽ പോകുമ്പോ ഇവൻ പറയുന്ന കാര്യം ഇത്. ബാക്കി കാര്യം പറഞ്ഞു കൊടുക്കും. നീ കാര്യം പറഞ്ഞു കൊടുക്കടാ. ഓക്കെ മമ്മു കൊണ്ടാടാ ശരിക്കും ആരെ കൊണ്ട്? എടാ നീയാതെ ഞാൻ ഗൈസ് ഓൾറെഡി ഞാൻ നാറി. കാരണം ഇല്ലാത്തൊരു കുറ്റവും പറഞ്ഞ് ഞാൻ ഷമീറിന് വീഡിയോ കാണിക്കാണ്ടല്ലോ സംസാരിച്ച് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഞാൻ പറയട്ടെടാ, ഞാൻ അതായത് എനിക്ക് ഇഷ്ടം പോലെ ഗേൾസും ലേഡീസും മെസ്സേജ് അയക്കുന്നുണ്ട്. പറയാൻ പേടിയാവുന്ന വോയിസ് കേൾപ്പിക്കോ, നിങ്ങള് ഫോട്ടോ കാണിക്കോ, ഒന്നും കാണിക്കൂല. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ. നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും കാണിക്കൂല. നാളെ കുറച്ചും കൂടി ഇതായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് നിന്റെ കാര്യം പറ. മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് നിന്നെന്താ ചെയ്തേന്നോ? അവിടെ മുത്തേ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടു മുമ്പേ കളമശ്ശേരി വീട്ടിൽ നിന്ന് ഇവൻ നമ്മളെ കൊണ്ടുവരാമെന്നല്ല പറഞ്ഞത്. ഉമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവന്റെ വായിലിട്ടിട്ടില്ല. അങ്ങനെ നീയാതെ എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് അത്ര എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ എടാ നായിന്റെ മോനെ ഞാൻ കത്തി ഇവിടെ വെക്കും, കേട്ടടാ? നീ അത്ര തെളിയിക്കാൻ ധൈര്യം തന്തക്ക് പറഞ്ഞവനാണ്. അതായത് എടാ ഞാൻ ഉള്ള മൊത്തത്തിൽ ഞാൻ പറയും, കാരണം ഞാൻ ഓൾറെഡി ഇവൻ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇവന്റെ സാമാനം ഇവന്റെ ഇതുവാണ് പബ്ലിക്കിലേക്ക് ഇട്ടത്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ നിയാദ് എന്ന് പറഞ്ഞ കുണ്ണേ, നീ കള്ള് തന്ന് കല്ലും എല്ലാം നിയാദ് തന്ന്, എല്ലാം തന്ന്. ഇപ്പുറത്തുനിന്ന് ഏതോ ഒരു പണി ഇതേപോലത്തെ കൊറേ പെമ്പിള്ളറ ഓനെ ഞങ്ങക്ക് അതിന്റെ ഇത് പറയാൻ പറ്റില്ല സമയത്ത് ഞാൻ എന്തെല്ലോ പറഞ്ഞു. എന്താ പറയാ, കൊറേ പെമ്പിള്ളറ പയപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊരു പെണ്ണ് എടാ ഞാൻ കണ്ടിന് മുത്തേ, ഞാൻ കണ്ടിന്. അതായത് കളമശ്ശേരി വീട്ടിലേക്ക് ബ്രേക്ക് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ഒരു മാസം. ഞാൻ പറയട്ടെ, പറയുമ്പോ മൊത്തത്തിൽ പറയണോ, അല്ലാണ്ട് ഒന്ന് മാത്രം പറത്തി പിന്നെ നാളെ മറ്റേത് ഇതാക്കരുന്ന് പറയണോ? കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പെമ്പിള്ളറാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം, കാരണം പെണ്ണ് വരുന്നതാണ്, പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ.
നീ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും. എല്ലാ തന്നെ ഇപ്പൊ ക്യൂൻസേന് സെറ്റാക്കിട്ട് വന്നേ. ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിച്ച സെറ്റാക്കല്, ഞാൻ കൊച്ചിയിൽ കൊച്ചി ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നുണ്ടല്ലോ മൊത്തം പെമ്പിളറും കഞ്ചാവും കള്ളും MDMA എടാ. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർന്ന് പറയാം, ഇതിന് പ്രൂഫില്ല. പ്രൂഫ് ഇതാ നാളെ വരും. എല്ലാ പെമ്പിളറും നാളെ വേണേ മെസ്സേജ് അയക്കും. അന്നേരം കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് സെറ്റ് ആക്കിയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കണം. അത് മതി. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചത് ഇവൻ എനിക്ക് കള്ള് തന്നു കേസ്. ഇവൻ കള്ള് തന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ്, ഇവൻ അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് അന്നെ വിളിക്കുക ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കല, ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച്, എടാ ഇങ്ങ് വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീയാന്ന് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറയാം നീയാന്ന് പറയാം, എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പെന്ന്, അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇവളെന്താ വിചാരിക്ക? പോട്ട് അത് പോട്ട്. നീ ഒന്ന് ഇതാക്കിത്താ, എന്താടാ അതിനെ ഒരു ബീജാ ബ്ലോജോ ഒന്ന് നീ ബ്ലോജോ ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും കുണ്ണയില്ലായ്മയാണ് ഈ കുണ്ണ ചെയ്തത്. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽത്തുനിന്ന് ആരാ കുണ്ടൻ? നമ്മളാണോ അതോ ഓനാണോ? എടാ എന്താടാ ബൈസെക്ഷലാ? എടാ തൊപ്പി ഇതിന്റെ അടുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. എടാ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ മുത്ത, ഞാൻ പറഞ്ഞ ഈ കാര്യം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഇന്റർവ്യൂല് ആരാടാ പറഞ്ഞത്? ഫസീന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യം. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമില്ല. അതായത് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് മമ്മൂന വായിലിടിപ്പിച്ചു എന്നുള്ള ഒരു സാധനം, അത് പുറം ലോകം അറിഞ്ഞ കാര്യമാണ്. അതായത് ഫസിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഫസീന്റെ ബോയ് ഫ്രണ്ട് ഇതേപോലത്തെ ഏതൊരു ഇന്റർവ്യൂ, എക്സൽ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് അല്ലേ? അല്ല ഇപ്പോഴത്തെ അല്ല, നീ അതിന് ശേഷമുള്ള ഏതോ ബോയ് ഫ്രണ്ട്. ഓൺ വന്നിട്ട് ഏത് ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം ഇത് ഉള്ളതാണ് മോനെ. വേണേ ചോദിച്ചോ. പ്രൂഫില്ല ബ്രോ, പ്രൂഫില്ല. അതാ പ്രൂഫ് ഇല്ലാണ്ടായി പോയി. അപ്പം കുണ്ടൻ വീഡിയോ എടുക്കാൻ പറ്റുമോ? കയ്യിലല്ലോ പറ്റുന്നല്ലോ. ഓഡിയോസ് എല്ലാം ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഗൈസ്, വിശ്വസിക്കാൻ പറ്റുന്നവര് വിശ്വസിക്കുക. ഈ കാണുന്ന 44,000 ഇതുണ്ടെങ്കിൽ നിങ്ങളെ പെങ്ങന്മാരെയും നിങ്ങളെ ഉമ്മമാരെയും ഇവന്റെ അടുത്തുനിന്ന് സൂക്ഷിക്കുക. മനസ്സിലായോ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരുത്തനെ ഇവൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവൻ ഈ നന്മ ഇതും കളിക്കുന്നല്ലാണ്ട് ഇവന്റെ ഉള്ളിലുള്ള സ്വഭാവങ്ങൾ ഇതാ ഞാൻ കാണിച്ചു തന്നല്ലോ. പെമ്പിളറെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇതും പറഞ്ഞിട്ട് ചക്ക ഇതൊന്നും മുലയെന്നും മറ്റേന്നും പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് സാമാനം എടുത്ത് പുറത്തിടലും സാമാനം എടുത്ത് ഇതാക്കിയിട്ട് വിടലും ഇതെല്ലാം തന്നെ ഇവന്റെ പരിപാടികൾ. മനസ്സിലായോ? അപ്പൊ ഓൻ്റെ പൈസ ഉണ്ട്, ഓൻ്റെ ഫെയിം ഉണ്ട്, ഓൻ്റെ കൂടെ നിൽക്കാൻ 10,000 ആൾക്കാരുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ട് വരുന്നത് എന്തെല്ലാം അറിയോ? ഇന്നലെ ഇതിട്ടതിന് ശേഷം അങ്കെല്ലാം അത്രയും മെന്റലി ഉമ്മ വിളിച്ച് കരയലും മറ്റേതും മറിച്ചതും എൻ്റെ പെങ്ങളെ ഈ ടെൻഷനും നമുക്കും വീട്ടുകാരും ഇതെല്ലാം ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചത്. എന്തോ ദൈവമായിട്ട് അള്ളായിട്ട് ആ വീഡിയോ കാണിച്ചു തന്നു. അതും കൂടി ഇല്ലെങ്കിൽ പ്രശ്നമായേനെ. ആ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇതാണെന്നും എൻ്റെ പരിപാടി. അനാൻചാൻ്റെ ഇത് കണ്ട് വിടലും ഇങ്ങനെയല്ലാന്ന് ഗൈസ് ഇവൻ്റെ റിയൽ ഇത് സ്വഭാവം. മനസ്സിലായോ? അപ്പോൾ ഇനിയെങ്കിലും ഗൈസ് നിങ്ങളെ പെങ്ങളി ഇതിനും കൊണ്ട് ഇവൻ്റെ അടുത്തൊന്നും പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കല്ലേ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ജാതിയാണ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ജാതിയാണ്. നമുക്ക് ഇവൻ്റെ അത്ര പൈസയും ഇവൻ്റെ അത്ര സംഭവം ഇവൻ്റെ അത്ര ഫെയിമും ഇവൻ്റെ കൂടെ നിൽക്കുന്ന അത്ര ആൾക്കാരും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ പൈസ ഉള്ളതുകൊണ്ട് എല്ലാം മറിക്കാനും എല്ലാം തിരിക്കാനും എല്ലാം പറ്റും. നമ്മളതിലില്ല. സംഭവം സത്യമാണ്, നമ്മളതിലില്ല. അതുകൊണ്ട് നമ്മൾ ഇതായി. പക്ഷെ നമ്മളിങ്ങനത്തെ ചെറ്റത്തരം പറയില്ല. മനസ്സിലായി? അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ വിശ്വസിക്കും. ബാംഗ്ലൂർ ഇഷ്യൂ ഞാൻ പറയും. ഇവന് ഡ്രഗ്സ് കൊടുത്തു അതന്നെ. അതായത് ഇവൻ ഇന്നലെ എന്താ എന്നോട് പറഞ്ഞത്? എന്നോടല്ല നിങ്ങളോട് എന്താ നീയാന്ന് പറഞ്ഞ കുണ്ണ പറഞ്ഞത്? ഡ്രഗ്സ് കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം പറ്റും. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. ആ വീട്ടിലെ ഏറ്റവും വലിയ ആൾ ഓനും റാംബോ വന്നു. അപ്പൊ ഇവരെ സംഭവം ഇല്ലാണ്ട് എങ്ങനെയാ നമ്മൾ ഡെയിലി ഞാൻ ഇവർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യല്? അത് എങ്ങനെയാടാ ഞാൻ ചെയ്യുക? ഡെയിലി ഞാൻ ഇവനെങ്ങനെ ഇവർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യല്? ഇവനല്ലേ അത് ചെയ്യൂ. ഇത്രയും ചെയ്ത് ഇവനല്ലേ ഡ്രഗ് സപ്ലൈ ചെയ്യൂ. അല്ലാണ്ട് നമ്മളെങ്ങനെയാടാ
ആ വീട്ടില് ഓനെ MDMA കേസ് പിടിച്ചാലടാ, ഓന്റെ വണ്ടി അത് അവിടെ പോയിട്ട് കിടക്കുന്നത്. പോയി നോക്കിയാൽ മതി. ആ വണ്ടി ഓന്റെ പേരിലായിക്കൊണ്ടാണ് അത് അങ്ങനെ പിടിച്ചോണ്ടാ രണ്ടാമത്തെ വണ്ടി രണ്ടാമത്തേത് എന്റെ പേരിലേക്ക്. അതിൽ നാളെ എന്തെങ്കിലും MDMA കൊടുത്തിട്ട് എന്നെ അകത്താക്കേണ്ട പരിപാടി ഒന്ന് നോക്കും. അതിനുള്ള ഇത് ഞാൻ വേറെ നോക്കിയിട്ടുണ്ട്. മനസ്സിലാ? ഇത് ബാക്കി ബാംഗ്ലൂർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവനക്ക് ഡ്രഗ്സ് തന്നു. അത് ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഇതന്നെടാ, ഞാൻ മൊത്തം പറയട്ടെ. ഈ ഇതന്നെ MDMA എന്നോട് പറയൂ, നമ്മളെന്തായാലും ബാംഗ്ലൂർ പോക്കല്ലേ, തട്ടിച്ചാ മോനെ മറ്റേതാന്ന് എന്താ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയുന്നു അല്ലേ. ഡ്രഗ് ടെസ്റ്റും കൊണ്ട് നമ്മള് വരും കഴിച്ചു. എല്ലാരും വരുന്നതായിരിക്കോട്ടാ. അടിപൊളിയാ മുത്തേ, കിടിലനാ മമ്മു. ഇതെല്ലാം യൂസ് ചെയ്ത മോനെ ലൈവിലെല്ലാം ഒരു പൊളി പൊളിക്കാം. എന്നോട് ഡെയിലി പറയുന്ന കാര്യ, മമ്മു 2 പെഗ് അടിച്ച് ലൈവ് ചെയ്യുന്ന ഒന്ന് ഓണാവാ, ഇങ്ങനെ ഡൗൺ ആയല്ല. റാംബോനെ വിട്. എന്നോട് പറയും, നീ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പെഗ് അടിച്ച മുത്ത നീ ഭയങ്കര ഓണാണ്. ഇതെല്ലാം നാടെ സംഭവിക്കുന്നത്. അപ്പൊ ബാംഗ്ലൂരത്തെ വിഷയം എന്ന് വെച്ചാല് ആ പെണ്ണിനെ കയറി പിടിച്ചെന്നല്ല പറയുന്നത്, ഒറ്റക്ക് റൂമിലിട്ടിട്ട്. ഗൈസ് ഇവൻ തന്നെയാണ് എന്നോട് പറയുന്നത്. കാരണം അത്രയും ഓൻ ഇങ്ങനെ പറയുന്നത്, എടാ നിനക്കൊരു പെണ്ണിനോട് സംസാരിക്കണം, നീ അത് അപ്പുറത്തെ ഒരു പെണ്ണതാ, നീ ഓളോട് എന്ത് സംസാരിച്ചോ. ഗൈസ് ഞാൻ സംസാരിക്കാൻ പോയത് ശരിയല്ല തന്നെയാ. അല്ലാണ്ട് കൈക്ക് പിടിച്ചതും ഓക്കെ ഓള് റൂമിലുണ്ടായത് ശരിക്കും വേറെന്തേ പറഞ്ഞു വരട്ടെ. അപ്പം ബാക്കി നന്ദനന്റെ കാര്യമെല്ലാം ഞാൻ അന്നേരം പറയാം, അത് ഇതാക്കും. മനസ്സിലാവും? ഓലന്റെ കാര്യം പറയട്ടെ. ഫോൺ ടെക്ക് അടുക്ക ഞാൻ കാണിച്ചു കൊടുക്കട്ടാ ഈ പറഞ്ഞ പോലെ. ഇത് പറഞ്ഞു തീരട്ടെ, ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഓളെ കേക്കൊന്നും കയറി പിടിച്ചാൽ ആരാ പറഞ്ഞ കേക്ക് കയറി പിടിച്ചേന്ന്? എനിക്ക് കേക്ക് കയറി പിടിച്ചാൽ തന്നെ ഇവനില്ല ആ സമയത്ത്. ഇവനാണ് എന്നോട് പോവാൻ പറയുന്നത്. ഞാൻ ഒന്നുമില്ല, അനക്ക് അങ്ങനത്തെ ഒരു മൈൻഡും ഇല്ല. ഇവൻ പറഞ്ഞ്, കാരണം ഓൾറെഡി എല്ലാം അടിച്ചാണത്, ആട് ഉണ്ടായ എല്ലാം കിണ്ടിയ അവിടെ പോയെ. ഇവന്റെ ഒരു മാമയായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ട്, ഓനാണ് നമ്മളെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഈ ഇവിടുത്തെ കൂട്ടിക്കൊണ്ട് പോന്ന്. ഓനാണ് ഈ സാധനങ്ങൾ എടുക്കുന്നത്. അതിന് ശേഷമാണ് ഈ MDMA കേസെല്ലാം വരുന്നത് കേട്ടാ. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഈ പെണ്ണിന്റെ കൈക്ക് ഇതൊന്നും ഞാൻ കയറി പിടിച്ചില്ല. ഞാൻ ഉള്ളിൽ പോയി സംസാരിച്ച്, അത്രേ ഉള്ളൂ. സംസാരിച്ച് ഞാൻ പിന്നെ അതിന്റെ പവറിൽ ഞാൻ ഇറങ്ങി വന്ന്, പിന്നെ ഞാൻ കുറെ കരഞ്ഞ്, നീ ഇതാവൂല, എനക്ക് പെണ്ണൊന്നും സെറ്റ് ആവൂല എന്ന് പറഞ്ഞ് ഞാൻ കുറെ കരഞ്ഞ്, കുറെ എന്തെല്ലോ പറഞ്ഞ്. ആ ഒരു കേസാന്ന് ഇപ്പൊ ഞാൻ പെണ്ണിനെ കയറി പിടിച്ച്, ഞാൻ മറ്റേതാക്കി, ഞാൻ മറിച്ചതാക്കി. എടാ തന്തൊക്കെ ഉറപ്പുണ്ടെ നീ തെളിയിക്കണം, ഈ കാര്യങ്ങളെല്ലാം നീ തെളിയിക്കണം. നീ അതെ പൈസ ഓക്കെ എടാ, പൈസ ഉള്ളതിന്റെ പവർ നീ കാണിക്കുന്നു. പക്ഷെ പൈസ ഇല്ലാത്ത നമ്മളെ പൈസ ഇല്ലടാ, നമ്മളെ പൈസ ഇല്ല. പക്ഷെ നമ്മളെ ഊമ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അതെ തിരിച്ച് ഊമ്പിക്കും. നീ കുണ്ണയാണെങ്കിൽ നമ്മൾ പരക്കുണ്ണിയായി മാറും. ഞാൻ കാര്യം പറയാം. ഇനി നമ്മൾ ഊമ്പിക്കാൻ വന്ന് നീ നാളെ എന്തായിരിക്കും അറിയാൻ വരുവാ, ഓ ഗൈസ് പച്ചക്കള്ളം. എന്ത് പച്ചക്കള്ളം മോനെ, എന്ത് നീ പച്ചക്കള്ളം എന്ന് പറയുന്നത്? ഉള്ള കാര്യം ആൾക്കാരോട് തുറന്നു പറയുമ്പോ ഇല്ലാത്ത പ്രൂഫ്, മറ്റേ പ്രൂഫ്, മറ്റവൻ ഇതാക്കിയതും പെണ്ണിനെ കയറി പിടിച്ചുള്ള പ്രൂഫെല്ലാം ഉണ്ടല്ലോ. എടാ നമ്മൾ ഇന്ന് കൊടുത്ത പ്രൂഫിന്റെ അത്ര നിന്റെ പ്രൂഫ് ഇല്ലടാ മുത്തേ. നമ്മൾ ഇന്ന് ഇതാ പട്ട പ്രൂഫ് ഇതാ വേണോ? ഇനി ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും ഇഷ്ടം പോലെ പ്രൂഫ് ഉണ്ട്. ഇനി നീ പ്രൂഫ് തെളിയിക്കെന്ന് പറഞ്ഞാൽ നീയാതെ പ്രൂഫിന് അങ്ങ് അണ്ണാക്കൽ ഇട്ട് തരും നമ്മള്. കേട്ടാ എന്ത് ലിയക്കല്ല എന്ത് ഈ ഇൽട്ട് എന്താ റോള്? ഒന്ന് പോയാട്ട മുത്തേ, ലിയക്കൊന്നും ഇൽട്ട് റോളില്ല കേട്ടാ. വെറുതെ ലിയനെ പേരും മറിച്ച് ഓളെ ആടെ പോയിട്ട് ഓളെ ഫോളും ചെയ്തു. ഞാൻ കാര്യം പറഞ്ഞ കഴിഞ്ഞ് ഞാൻ പറയാം. ലിയനെ ആക്കിയ ആൾക്കാരും അത് വേറെ അല്ല പറയുമെല്ലാം പറഞ്ഞു, അത് പറയണമെന്നില്ല. അപ്പോ റാംബോ മുത്തേ, നിന്നെ അടിക്കുന്ന ദേഷ്യമൊന്നുമില്ല ഞാൻ പറയുന്നത്. നീ എന്നെ അടിക്കുന്നോണ്ട് ഇതാക്കുന്നോണ്ടാണ്. ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി നീ പേടിത്തൊണ്ടരാന്ന് മനസ്സിലായി. നീ കാരണം ഗൈസ് ഇതിന്റെ ഉള്ളില് റാംബോ നമ്മളെ ഭരിക്കും. പക്ഷെ നിങ്ങള് കാണുന്നത് റാംബോ ഭയങ്കര മാസവും. ഞാനായിട്ടാണെങ്കിൽ ഷാജാന്റെ തന്തക്ക് ആക്കൂന്നല്ലേ പറഞ്ഞത്. ഷാജാൻക്ക് ഞാൻ ഇങ്ങളെ വിളിച്ചതല്ല കേട്ടോ, അവൻ പറഞ്ഞ കാര്യം പറഞ്ഞത്. അപ്പോൾ ഷാജാൻക്ക് വരുമ്പോൾ ഇവൻ ബാത്റൂമിന്റെ ആ ഒളിച്ചഞ്ച് സീറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം പേടിയുണ്ട്. എനിക്ക് എന്താ പറഞ്ഞാൽ ജിമ്മിൽ പോയി ഓരോ തന്തമുണ്ട് ഇതിനെ ജിമ്മ് അതിൻ്റെ അടുത്ത്. ഫ്ലാറ്റ്, ഏത് ഫ്ലാറ്റ്? ഒരു ഫ്ലാറ്റും ഇല്ല, ഒരു ജിമ്മും ഇല്ല. പേടിച്ചാടെ തൂറി നക്കി ക്രീം ബിസ്ക്കറ്റും ക്രീമിനും നക്കും. അതേലും മോട്ടു പട്ടലും കണ്ടിരിക്കില്ല നീ നായിന്റെ മോന്റെ പണി ഈ റാംബോ എന്ന് പറഞ്ഞ. അപ്പൊ
നല്ലോണം പറയുന്നില്ല. അപ്പൊ എന്റെ കാര്യങ്ങളും എല്ലാം അതേടാ ഷാജാൻ തന്നെ ഹീറോ, മൂപ്പർ തന്നെ പൊളി, മൂപ്പർ തന്നെ മാസ്, കേട്ടില്ല? അല്ലാണ്ട് ഇവിടെ പേടിച്ച് നടക്കരുത്. എടാ പറയാൻ ധൈര്യം ഉണ്ട്, അത് ചെയ്യുന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം മാസം എടുക്കുക, കേട്ടടാ റാംബോ. ഇനിയിപ്പൊ നാളെ നീ മാസം എടുക്കും നീ ഇവനെല്ലാം വെച്ചിട്ട്. എടാ ആൾക്കാർക്ക് നിന്റെ ഞാൻ കേട്ടെ. അപ്പൊ അന്റെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ ഞാൻ നിർത്തിക്കോളാം, മതി. ഒരു സംഭവം കൂടി കാണിച്ചു തരാം. നമ്മള് നല്ലവരാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അതുകൊണ്ട് ഈ ഒരു സീനും കൂടി കാണിച്ചു തരാം. നമ്മള് നല്ലവരാണെന്നൊന്നും പറയുന്നില്ല, നമ്മള് നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. ഇതിലൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ നേരത്തെ നോക്കി വെച്ചതാണ്, അത് നിങ്ങൾ തന്നെയാണ് ഈ ഡയലോഗേ പറയാനുള്ളൂ. ഇത് മാസും ലൊട്ടയൊന്നല്ല, നിന്റെ ഇത് ഹെഡ്സെറ്റ് ഇതാക്ക്. അല്ല നിങ്ങൾക്ക് കേൾക്കാനില്ല. ഇതോടുകൂടി എന്റെ ആയ കേസ് മാസും ലൊട്ടയൊന്നല്ല ഈ പറഞ്ഞ. ഇത് എന്താ നിങ്ങൾക്ക് കാര്യം അറിയണം, നമ്മൾ മാത്രം തെറ്റുകാരല്ല. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. അതെ, നമ്മൾ നല്ലവരൊന്നല്ല ഈ പറഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ, ഇത് തന്നെ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ നല്ലവരല്ല, പക്ഷെ ഓനും നല്ലവനല്ല. അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി, മനസ്സിലായോ? നമ്മളും നല്ലവനല്ല, ഓനും നല്ലവനല്ല, പക്ഷെ ഓന്റെ അത്ര ചെറ്റത്തരും ഇതും നമ്മൾ ജീവിതത്തിൽ ചെയ്തില്ല. നമ്മളെ കൊണ്ട് അത് പറ്റൂല, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും. മനസ്സിലായോ? മതി മതിയടാ, മതി മതി മതി. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. ബാക്കി സാധനങ്ങൾ കൊണ്ട് നാളെ വരാം. നാളെ കേക്കിലേക്ക്. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഒരു ശുഭരാത്രി പ്രതീക്ഷിക്കുന്നു. 10 ഗേൾസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് പ്രൂഫ് കളക്ട് ചെയ്യാനുണ്ട്. പേര് മാറ്റുന്നുണ്ട്, ടാഗ് വിശ്വസിക്കുന്ന 10 പേര് നാളെ MRC പേര് മാറ്റിട്ട് കിടിലം പേരുമായിട്ട് വരും. 10 പേര് പൈസ ഉണ്ട് വിശ്വസിക്കാനും ഓന്റെ പോയിന്റ് അറിയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പൈസയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇതിനെ കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഉള്ള സാധനങ്ങൾ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി നമ്മള് ഓനെ പോലെ നമുക്ക് എന്തെല്ലാം രീതിയിൽ ഇപ്പൊ ആദ്യം എടുത്ത് വീഡിയോ കാണിച്ചാൽ പോരെ. നമ്മളിത് പ്ലാൻഡ് അല്ല എന്നുള്ള കാര്യം ആടെ തന്നെ നിങ്ങൾക്ക് ഉറപ്പായ പോരെ. നമുക്കുള്ള ഓഡിയോ ഫാബ്രിക്കേറ്റഡ് എല്ലാ സാധനമായിട്ടും വരും. നിങ്ങ നോയിക്കോ, എഴുതി വെച്ചോ, നാളെ വരും. ഇതൊന്നും ഉണ്ടാവും, ഇത് എപ്പോഴും ഉണ്ടാവും. അത് കണ്ടോ? അങ്ങനെ നമ്മളെ തുണ്ട് വീഡിയോ നീ ഇറക്കിക്കോ, നമ്മളെ തുണ്ട് വീഡിയോ ഇറക്കിക്കോ, ഒരു മൈരൂലടാ. ആൾക്കാർക്ക് ഇത് 60%, ഇത് 60% ആയിനൊന്നൊക്കെ അറിയില്ല. ഇതാന്നുള്ളത് ഒരു 40% കുറച്ച് ബോംബ്. ബാക്കിയുള്ളത് നാളെ തരും. പ്ലാൻ ചെയ്ത് തന്നെ വന്നു തരണം. ഇതല്ല ഓൻ ചെയ്ത പോലെ തന്നെ അപ്പൊ ഓക്കെ, വേൾഡ് കപ്പ് അല്ലേ, അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കേണ്ട ഇതാണ് വരുന്നത്. നാളെ ഇവര് വരട്ടെ, മറ്റന്നാൾ അതിന്റെ ഇപ്പറും ഇതിന്റെ സ്വഭാവം കുറച്ച് ആൾക്കാരൊക്കെ അറിയണം. ബൈ ഗൈസ്, ലവ് യു. പറഞ്ഞോടാ പറഞ്ഞോടാ. W ആണ് കൂടുതൽ, മനസ്സിലായി? ആൾക്കാർക്ക് സത്യം മനസ്സിലായി. കൊല്ലമായിട്ട് പറ്റിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതും പറ്റിക്കപ്പെടാൻ വിചാരിച്ചു. പക്ഷേ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ മൂഞ്ചിട്ടുണ്ടാവും. ഇനി നാളെ ഇതിനെല്ലാം എന്തല്ലോ ഇതും കൊണ്ട് വരുമായിരിക്കും ബെർട്ട്. പിന്നെ ഞാൻ കുണ്ടൻ, അതിനുള്ള തെളിവ് നീ കാണിച്ചിട്ട് നീ ബാക്കി വർത്താനം പറഞ്ഞാൽ മതി, കേട്ടോ? പറഞ്ഞ ആൾക്കാര് ബൈസെക്ഷൽ നോക്കാം. ശരി ഗൈസ്, അപ്പൊ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ബോയ് ഫ്രണ്ട് LUB പണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈസെക്ഷൽ ആണെന്ന്. അത് ആരെ യൂസ് ചെയ്യുന്ന ഇപ്പൊ വിശ്വാസമായ വെറുതെ പറഞ്ഞല്ല. ഫുൾ സപ്പോർട്ട് നിങ്ങൾ തൂങ്ങി മരിക്കുന്നല്ല ആരാന്ന് നമുക്ക് കാണാം, മനസ്സിലായി? അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ. നമ്മള് അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞ കുറച്ച് ആൾക്കാര് വിശ്വസിക്കണം എന്നേ ഉണ്ടായുള്ളൂ. അത് മതിയടാ. എന്തുകൊണ്ട് ഇറങ്ങിയത് ഒരു ചോദ്യം ഉണ്ടായിട്ടില്ലേ? എന്തിനാ ഇറങ്ങിയത്? ഇന്നത്തെ ലൈവ് മനസ്സിലായോ? എന്തിനാ ഇറങ്ങിയെന്ന് മനസ്സിലായല്ലോ. എന്തിനാ ഇറങ്ങിയെന്ന് മനസ്സിലായല്ലോ. നമ്മള് വെറുതെ ഇറങ്ങിയല്ല. മനസ്സിലായില്ലേ? ഇറങ്ങിയാലും വിശ്വസിക്കൂല. ഓഡിയോ ചോദിച്ച ആൾക്കാരെ, ഓഡിയോ കേട്ടിട്ടും വീഡിയോ ചോദിച്ച ആൾക്കാരാ നിങ്ങള്.
അപ്പൊ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇത്രയെങ്കിലും ചെയ്യണം, മനസ്സിലായോ? എടാ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ വീഡിയോ കൊടുക്കുക? ഓന് ഇമാതിരി ചെറ്റത്തരം ചെയ്യുമ്പോ നമ്മള് ക്യാമറയും കൊണ്ട് പോയി കൊല്ലൂലേ നമ്മളെ കൊല്ലല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ രമേശ് സാറെ ഓപ്പറേഷൻ തൂഫാൻ ഇവന്റെ ബ്ലഡ് എന്തായാലും ടെസ്റ്റ് ചെയ്യണം. ഒരു വർഷത്തെ നിയാദും ഞാനും ഞാൻ കഞ്ചാവ് പോലും ബാക്കി നാളെ കിക്കി കാണാം ഗൈസ്. അപ്പൊ ബൈ 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 ബൈ. ലവ് യു. ഒരു 10 പേര് വിശ്വസിച്ചാ അത് മതിയടാ.